ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അസംസ്കൃത എണ്ണയുടെ വിലയും അതിൻ്റെ അവൈലബിലിറ്റിയും കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയരുകയാണ്. എന്നാൽ ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല. ഇന്ത്യ ഒരു പ്രത്യേക തന്ത്രം ഇതിൽ സ്വീകരിക്കുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള രൂക്ഷമായ യുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുമൂലം ക്രൂഡ് ഓയിൽ വില ഉയരും എന്ന ഭയവും വർദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതൽ നടപടിയായി ഇന്ത്യ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇതിനകം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജൂണിൽ റഷ്യയിൽ നിന്ന് വലിയ അളവിൽ ക്രൂഡ് ഓയിൽ വാങ്ങിയതായി അറിയാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ആഗോള ബിസിനസ് അനലിസ്റ്റ് സ്ഥാപനമായ കെപ്ലറിൻ്റെ കണക്കുകൾ പ്രകാരം ജൂണിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം 20 മുതൽ 22 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തേക്കാൾ കൂടുതലാണിത്. മെയ് മാസത്തിൽ പ്രതിദിനം ഏകദേശം 11 ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങി. നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 1% മാത്രമേ ഇറക്കുമതി ചെയ്തിരുന്നുള്ളൂ. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കാരണം ഇന്ത്യ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40 മുതൽ 44% വരെ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജൂണിൽ തന്നെ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തന്ത്രം മാറ്റിയിരുന്നു. ജൂണിൽ ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രതിദിനമാകെ 2 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങി. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ അമേരിക്ക യുദ്ധത്തിനിറങ്ങിയാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതുമൂലം കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണ സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ 40% ഈ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതുമൂലം ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യ ആ സമയം തന്നെ കുറച്ച് റഷ്യയിലേക്ക് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇളവുകൾ നൽകിയതിനെ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. റഷ്യയ്ക്ക് പുറമെ US-ൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വർദ്ധിപ്പിച്ചു. ജൂണിൽ US-ൽ നിന്ന് പ്രതിദിനം 4.39 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. മെയ് മാസത്തിൽ ഇത് പ്രതിദിനം 2.80 ലക്ഷം ബാരലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത. ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് $130 വരെ എത്തിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പെട്രോൾ വില കുതിച്ചുയരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.